ബാംഗ്ലൂർ നഗരത്തിലെ ഒരു പകൽ 12 നിലയുള്ള വലിയൊരു കെട്ടിടം. അതിലെ പകുതിയോളം നിലകളും പേരെടുത്ത ഒരു IT കമ്പനിയുടേതാണ്. അസിസ്റ്റന്റ് മാനേജർ ഗോവിന്ദ് റെഡ്ഡി തന്റെ ക്യാബിനിൽ തിരക്കിട്ട ജോലിയിലാണ്. ലേഡി സ്റ്റാഫ് അയാളുടെ ക്യാബിൻ കതകിൽ മുട്ടി ഡോർ തുറന്നു. സർ, ബാങ്കിൽ നിന്ന് ഒരാൾ കാണാൻ വന്നിട്ടുണ്ട്. സ്റ്റീഫൻ അല്ലേ? വരാൻ പറ. ശരി സർ. ലേഡി സ്റ്റാഫ് ഇറങ്ങിപ്പോയത് നിമിഷ നേരം കൊണ്ട് ഫയലുമായി ഒരു ചെറുപ്പക്കാരൻ ക്യാബിനിലേക്ക് കയറുന്നു. എന്തൊക്കെയുണ്ടോ സ്റ്റീഫൻ? ഇരിക്കെ. ഓ, സുഖമായി പോകുന്നു സർ. സ്റ്റീഫൻ ഫയൽ ഗോവിന്ദിന് നേരെ നീട്ടി. ഗോവിന്ദ് ഫയലുകൾ തുറന്നു നോക്കി. കുറച്ച് പെൺകുട്ടികളുടെ ഫോട്ടോയും അവരുടെ ഡീറ്റെയിൽസുമാണ് ഫയലിൽ. സർ, ഇതൊക്കെ ഞങ്ങളുടെ ബാങ്കിന്റെ വിദ്യാഭ്യാസ ലോൺ അടവ് തെറ്റിച്ചവരാണ്. ചിലർ 3 മാസത്തെ EMI വരെ അടച്ചിട്ടില്ല. ഈ പെൺപിള്ളേരെല്ലാം ബാംഗ്ലൂരിലുണ്ടോ? ഉണ്ട് സർ. ചിലർ ടീച്ചറായി വർക്ക് ചെയ്യുന്നു, ചിലർ IT ഫീൽഡിൽ, പിന്നെ മെഡിസിൻ ടീമും ഉണ്ട്. ഓക്കെ, അവരുടെ ബുദ്ധിമുട്ടനുസരിച്ച് സഹായിക്കാനാണല്ലോ നമ്മുടെ ജോലി. ആ, അതിൽ പകുതി പേരും മലയാളികളാണ്. അവരുടെ അവസ്ഥ കണ്ട് കൺവിൻസ് ചെയ്യിക്കാൻ പറ്റിയ ആളുകളുണ്ടെങ്കിൽ നമ്മുടെ ട്രാപ്പിൽ വീഴും. താ പേടിക്കണ്ട സ്റ്റീഫൻ, അതിന് പറ്റിയ ആള് നമ്മുടെ കയ്യിലുണ്ട്. പ്രൊഫസർ സൂസൻ തൻ്റെ ക്യാബിനിലിരിക്കുന്നു. സൂസന്റെ മുൻപിൽ 20 വയസ്സ് പ്രായമുള്ള 2 പെൺകുട്ടികൾ നിൽക്കുന്നുണ്ട്. സൂസൻ അവരെ മാറി മാറി നോക്കി. എന്തൊക്കെയാണ് നിങ്ങളുടെ പേരുകൾ? റിയ, ഫർസാന. ഓക്കെ, കാര്യങ്ങളൊക്കെ റിയാസ് പറഞ്ഞു തന്നിട്ടില്ലേ? പെൺകുട്ടികൾ മൂളി. റിയയ്ക്ക് ഞങ്ങളൊരു സിം കാർഡ് തരും. ആ സിം കാർഡ് ഉപയോഗിച്ച് വേണം കസ്റ്റമറായിട്ട് ഫോണിൽ സംസാരിക്കാൻ. 1 മണിക്കൂർ അവരുമായി ഫോണിൽ കോൾ ചെയ്യണം. അശ്ലീലമായി സംസാരിക്കണം, ചാറ്റ് ചെയ്യണം, അതേ സൗണ്ടിൽ തന്നെ. 1 മണിക്കൂർ സംസാരിച്ചാൽ 250 രൂപ തരും. അങ്ങനെ ദിവസം 4 മണിക്കൂർ സംസാരിച്ചാൽ തന്നെ 1000 രൂപ കിട്ടും. നിങ്ങളുടെ ക്ലാസ്സും പഠിത്തവും കഴിഞ്ഞ് 4 മണിക്കൂർ മാറ്റിവെച്ചാൽ മതി. പറ്റുമെങ്കിൽ. ഇനി ഫർസാന ചെയ്യേണ്ടത് വീഡിയോ കോളാണ്. മുഖം മാസ്ക് വെച്ച് മറയ്ക്കണം. മുഖം ഒഴികെയുള്ള ബാക്കിയുള്ള ശരീരം മൊത്തം കസ്റ്റമറിന് മുൻപിൽ പ്രദർശിപ്പിക്കണം. 1 മണിക്കൂറിൽ 500 രൂപയാണ് ചാർജ്. നിങ്ങൾക്കിതിലൂടെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ആർക്കും നിങ്ങളുടെ ഐഡന്റിറ്റി കിട്ടില്ല. സാമ്പത്തികമായി മുന്നേറാം. അപ്പോൾ ഇന്ന് തന്നെ ജോയിൻ ചെയ്യല്ലേ? യെസ് മാഡം. സൂസൻ പുഞ്ചിരിയോടെ 2 പേരെയും നോക്കി. നീളത്തിലൊരു നെടുവീർപ്പിട്ട് തമിഴൻ വേലു ആര്യയുടെ ശരീരത്തിന് മുകളിൽ നിന്ന് എഴുന്നേറ്റു. അയാൾ എണീറ്റതും ആര്യ ബെഡിന് താഴെയുള്ള തൻ്റെ വസ്ത്രങ്ങളെടുത്ത് ശേഷം ബാത്റൂമിലേക്ക് കയറി ഓക്കാനിക്കാൻ തുടങ്ങി. കറുത്ത് തടിച്ച വേലു മുണ്ടെടുത്ത് റൂമിൽ നിന്ന് പുറത്തേക്കിറങ്ങി. റൂമിന് പുറത്ത് വിവേക് നിൽപ്പുണ്ട്. നിമിഷ നേരം കൊണ്ട് വസ്ത്രം ധരിച്ച് ആര്യ റൂമിന് പുറത്തെത്തി. അവൾ ദേഷ്യത്തോടെ വിവേകനെ നോക്കി. അവൻ അവളെ നോക്കി പുഞ്ചിരിച്ചു. എന്തുപറ്റി ആര്യ? ഇനി ഇമ്മാതിരി പണിക്ക് എന്നെ കിട്ടില്ല. അയാൾ എന്നെ കൊന്നില്ല എന്നേ ഉള്ളൂ. വല്ലാത്ത ദുർഗന്ധം, അതും പാൻ മസാലയുടെ. ഇതാണോ കാര്യം? ആര്യ നടത്തം നിർത്തി വിവേകനെ നോക്കി. നോക്ക് വിവേക്, എൻ്റെ അമ്മയും അച്ഛനും വളരെ കഷ്ടപ്പെട്ടിട്ടാണ് എന്നെ വളർത്തിയത്. അച്ഛൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ട് 2 ദിവസമായി. നല്ല ചികിത്സ കിട്ടാൻ വേണ്ടി പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞത് ഞാനാ. ഓഫീസിൽ നിന്ന് ലോൺ കിട്ടില്ല എന്നറിഞ്ഞപ്പോഴാണ് ഈ പണിക്ക് ഞാൻ ഇറങ്ങി തിരിച്ചത്. അറിയാം, മറ്റന്നാളല്ലേ നീ നാട്ടിൽ പോകുന്നത്. നാളെയും കൂടി സഹകരിച്ചാൽ മൊത്തം 50,000 രൂപയായി. നിനക്കിവിടെ നിന്ന് പോകാം. അതുകൊണ്ട് മാത്രം ഞാൻ സഹിക്കുന്നു. എൻ്റെ വീട്ടുകാരെങ്ങാനും ഇതറിഞ്ഞാൽ. ആര്യയുടെ മുഖഭാവം സങ്കടത്തിലേക്ക് മാറുന്നു. ഏത് നിമിഷവും അവൾ പൊട്ടിക്കരയുമെന്നായി. ആര്യ, ഇതൊന്നും അവർ അറിയാൻ പോകുന്നില്ല. പിന്നെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന നിലയിൽ ഞാൻ നിന്നെ സഹായിച്ചുവെന്ന് മാത്രം. ആര്യ പുച്ഛത്തോടെ വിവേകനെ നോക്കി. ബെസ്റ്റ് ഫ്രണ്ട് ഒരിക്കലും അവരുടെ കൂട്ടുകാർ നശിക്കാൻ ആഗ്രഹിക്കില്ല. ആര്യ, നിനക്ക് ഈ ബാംഗ്ലൂർ സിറ്റിയെക്കുറിച്ച് അറിയാഞ്ഞിട്ടാണ്. ബോംബെ പോലെ റെഡ് സ്ട്രീറ്റ് ഇല്ലെന്നേ ഉള്ളൂ. ഇവിടെയുള്ള കോർപ്പറേറ്റ് കമ്പനി, IT ഫീൽഡ്, ഹോസ്പിറ്റൽ, കോളേജ്, അങ്ങനെ എല്ലാ സ്ഥാപനത്തിൻ്റെ മറവിലും ഈ ഏർപ്പാട് നടക്കുന്നുണ്ട്. സൗത്തിൽ നിന്നും നോർത്തിൽ നിന്നും ഒരുപാട് പെൺകുട്ടികൾ ഈ പരിപാടിക്ക് വരാറുണ്ട്. പിന്നെ പൈസ ഉണ്ടാക്കി അവർ പോകും. മതി, വിശദീകരിക്കണ്ട. മറ്റന്നാൾ രാത്രി എനിക്ക് പോകണം. ശരി, അതിനുള്ള വകുപ്പുണ്ടാക്കാം. ആര്യ പുറത്തേക്ക് നടന്നു. പിന്നാലെ വിവേകം. പിറ്റേന്ന് വൈകുന്നേരം ബാംഗ്ലൂരിലെ ഡ്രാഗൺ ട്രാവൽ ഓഫീസ്. കൊച്ചിയിലേക്ക് പോകാനുള്ള അവരുടെ ബസ് ഓഫീസിന് മുന്നിലേക്ക് വന്നെത്തി. ആര്യ ബാഗും തൂക്കി യാത്രക്കാർക്ക് ഒപ്പം നിൽക്കുന്നുണ്ട്. അവൾ സങ്കടത്തോടെ വിവേകിനെ ഫോൺ ചെയ്തു. വിവേക്, നാട്ടിൽ നിന്ന് കോൾ വന്നിരുന്നു. അച്ഛൻ്റെ അവസ്ഥ സീരിയസ് ആണെന്ന്. ഇപ്പോൾ ICUവിലേക്ക് മാറ്റി അച്ഛനെ. ആര്യയുടെ കണ്ണു നിറഞ്ഞു. അയ്യോ, എന്നിട്ട്? ഞാൻ നാട്ടിലേക്ക് പോകാം. ബസ് പോകാൻ ടൈമായി. നീ ക്യാഷ് ഇതുവരെ തന്നില്ലല്ലോ. ഓ, ഞാൻ അക്കൗണ്ടിലേക്ക് ഇടാമെന്ന് വിചാരിച്ചതാ. ബട്ട് അത് വേറെ ആൾക്ക് അയച്ചു കൊടുത്തു. പേടിക്കണ്ട, എൻ്റെ കയ്യിൽ ക്യാഷ് ഉണ്ട്. വിവേക്, പെട്ടെന്ന് കൊടുത്താ. ഡ്രാഗൺ ട്രാവൽസ് അല്ലേ?
9 മണിക്ക് ബസ് പോകുള്ളൂ. ഇനിയും 1 മണിക്കൂറുണ്ട്. ഞാൻ അവിടേക്ക് ഇപ്പോൾ എത്തും. വേഗം വാ. ശരി. വിവേക് ഫോൺ കട്ട് ചെയ്യുന്നു. അപ്പോൾ തന്നെ അവന് മറ്റൊരു ഫോൺ കോളും വന്നു. അവൻ ടെൻഷനോടെ ഫോൺ എടുത്തു. ഹലോ സർ. വിവേക് മാർവാട് റൂമിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നീ ആ പെണ്ണിനെ റൂമിലോട്ട് വിട്. ചെറിയൊരു പ്രശ്നമുണ്ട് സർ. അവളുടെ അച്ഛന് സുഖമില്ലാത്തതുകൊണ്ട് അവൾ നാട്ടിലേക്ക് പോകാൻ നിൽക്കാം. നാറി, അവളെ എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവാ. മാർവാടിയെ പിണക്കാൻ പറ്റില്ല. പറയുന്ന ക്യാഷ് കൊടുക്കാം. അല്ല സർ, ഞാൻ ശ്രമിക്കാം. ശ്രമിക്കാം എന്നോ? എന്നാൽ നിന്നെ ഞങ്ങൾ ഒഴിവാക്കി വേറെ ആളിനെ വെക്കും ഏജന്റായിട്ട്. കാണണോ? വേണ്ട സർ, ഞാൻ കൊണ്ടുവരാം. വിവേക് ഫോൺ കട്ട് ചെയ്യുന്നു. ആര്യ ടെൻഷനോടെ ബസ്സിലിരിക്കുന്നു. അവൾ ചുറ്റുപാട് നോക്കി വിവേകിന്റെ വരവിനായി. ഈ സമയം വിവേക് ബസ്സിനകത്തേക്ക് കയറി. ആര്യ ചെറിയൊരു സന്തോഷത്തോടെ അവനെ നോക്കി. വിവേക് അവളുടെ തൊട്ടടുത്തിരുന്നു. എന്തായി വിവേക്, ക്യാഷ് കിട്ടിയോ? ഇല്ല. ആര്യ ഞെട്ടലോടെ അവനെ നോക്കി. ഒരു സ്ഥലം വരെ നമുക്ക് പോകാനുണ്ട്. അവിടെ പോയി ഒരാളുടെ കൂടെ കഴിഞ്ഞാൽ 1,00,000 രൂപയുമായി നിനക്ക് നാട്ടിൽ പോകാം. ആര്യ അരിശത്തോടെ അവനെ നോക്കി. പറ്റില്ല. നീ എനിക്ക് നാളെ അക്കൗണ്ടിലേക്ക് ഇട്ട് തന്നാൽ മതി. ഇനി ഈ പരിപാടിക്ക് ഞാനില്ല. അവിടെ എൻ്റെ അച്ഛന് സീരിയസ് ആണ്. മനസ്സിലായി? ഈ ബസ്സിനി എപ്പോൾ എത്താനാണ്? ഫ്ലൈറ്റിൽ പോകാൻ നിനക്ക്. ഇനി എന്ത് പറഞ്ഞാലും ഞാൻ നിന്റെ കൂടെ വരില്ല. നീ വരും. വിവേക് സീറ്റിൽ കിടന്ന ആര്യയുടെ ബാഗ് എടുത്ത് ബസ്സിൽ നിന്ന് പുറത്തേക്ക് നടന്നു. വിവേക്, വിവേക്! ആര്യ ദേഷ്യവും സങ്കടവും കൊണ്ട് അവനെ വിളിച്ചു. വിവേക് ചവിട്ടുപടിയിൽ നിന്ന് തിരിഞ്ഞു നോക്കി. നിന്റെ പേഴ്സും ഡ്രസ്സും എല്ലാം ഇതിനകത്തല്ലേ? ബാഗ് വേണേൽ എൻ്റെ കൂടെ വാ. ആര്യ കരഞ്ഞുകൊണ്ട് ബസ്സിൽ നിന്ന് ഇറങ്ങുന്നു. ഇന്ദിരാനഗറിലെ വലിയൊരു ഫ്ലാറ്റിലെ ഹാളിലിരുന്ന് വിവേക് TV കാണുന്നു. റൂമിനകത്ത് മാർവാടി ആര്യയെ കെട്ടിപ്പിടിക്കുന്നു, ചുംബിക്കുന്നു. അവൾ യാതൊരു ഭാവവും വരാതെ ഇരുന്നു. അയാൾ ബലം പ്രയോഗിച്ച് അവളെ കട്ടിലിൽ കിടത്തി. ആര്യയുടെ വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റാൻ തുടങ്ങി. വിവേക് TVയുടെ വോളിയം കൂട്ടി. ഈ സമയം ഹാളിലെ ടീപ്പോയിൽ വെച്ച ആര്യയുടെ ഫോൺ റിങ് ചെയ്യുന്നു. അവൻ ഫോണിലേക്ക് നോക്കി. വിളിക്കുന്നത് മാമനാണ്. വിവേക് അടച്ചുപൂട്ടിയ റൂമിലേക്ക് നോക്കി. എന്നിട്ട് ഫോൺ എടുത്തു. ഹലോ, എടി മോളെ. ഇതാരാ? ആര്യയുടെ ഫ്രണ്ടാണെങ്കിൽ. ആര്യ എവിടെ? ഞങ്ങളിവിടെ ബസ് സ്റ്റാൻഡിലാണ്. അവളെ ബസ് കയറ്റി വിടാൻ വന്നതാ. ആര്യ ടോയ്ലറ്റിൽ പോയതാ. എന്നാ മോനെ, അവളെ അറിയിക്കണ്ട. അവളുടെ അച്ഛൻ പോയി. വിവേക് ഞെട്ടി. എത്രയും പെട്ടെന്ന് എത്താനുള്ള വണ്ടിയിൽ ഒന്ന് കയറ്റി വിടൂ. നാളെ വൈകുന്നേരം 6 മണിക്കാണ് അടക്കം. ഞാൻ പെട്ടെന്ന് എത്തിക്കാം അങ്കിൾ. ശരി. അവളെ അറിയിക്കണ്ട. ഇല്ല അങ്കിൾ. ശരി. വിവേക് ഫോൺ കട്ട് ചെയ്തു. റൂമിൻ്റെ ഡോറ് തുറന്ന് മാർവാടി പുറത്തേക്ക് വന്നു. വിവേക് സോഫയിൽ നിന്ന് എഴുന്നേറ്റു റൂമിലേക്ക് കയറി. ആര്യ ബാത്റൂമിൽ കുളിക്കാൻ കയറി. അവൻ പുറത്തേക്ക് വന്നു. മാർവാടി മദ്യക്കുപ്പി പൊട്ടിച്ച് ഒരു പെഗ് അകത്താക്കി. എന്താ വിവേക്, സുഖമാണോ? സുഖാണ് സാർ. അവളെ എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. ഒന്നുകൂടി വേണം ഇപ്പോൾ. വിവേക് സ്തംഭിച്ചു നിന്നു. സമ്മതിക്കില്ല എന്നറിയാം, എന്നാലും. മാർവാടി അലമാര തുറന്ന് 500ൻ്റെ 2 നോട്ടുകെട്ടുകൾ എടുത്തു. 1,00,000 രൂപയുണ്ട്. സമ്മതിപ്പിക്കേ. ക്യാഷ് വിവേകിൻ്റെ കയ്യിൽ അയാൾ കൊടുത്തു. വിവേക് നോട്ടുകെട്ടിലേക്ക് തന്നെ നോക്കി. സമ്മതിപ്പിക്കാൻ സാർ. ആര്യ കുളി കഴിഞ്ഞ് റൂമിലേക്ക് വന്നു. വിവേക് ഈ സമയം റൂമിലേക്ക് കടന്നു വന്നു. അവൾ ദേഷ്യത്തോടെ അവനെ നോക്കി. എന്നെ ഒന്ന് കൊണ്ടാക്കി തരുമോ ബസ് സ്റ്റാൻഡിൽ? അത് ചെറിയ സീനുണ്ട്. മാർവാടിക്ക് നിന്നെ നന്നായി ബോധിച്ചു. അതുകൊണ്ട് ഒന്നും കൂടി അഡ്ജസ്റ്റ് ചെയ്. നിനക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് റെഡിയാക്കാം. ആര്യ കൈ മടക്കി വിവേകിൻ്റെ മുഖത്തടിച്ചു. നിന്റെ അമ്മയെ കൊണ്ടു കൊടുക്കണം. വിവേക് ദേഷ്യത്തോടെ അവളുടെ മുഖത്തടിച്ചു. ആര്യ ബെഡിലേക്ക് വീണു. വിവേക് പുറകിലേക്ക് തിരിഞ്ഞു നോക്കി. മാർവാടി പിറകിലുണ്ട്. സർ, എൻജോയ്. അവൻ റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നു. മാർവാടി 2ാം പെഗടിച്ച് റൂമിനകത്തേക്ക് കയറി വാതിൽ കുറ്റിയിട്ടു. വിവേക് ദേഷ്യത്തോടെ വാതിലിലേക്ക് നോക്കി. മാർവാടി അവളുടെ മുഖത്തും ദേഹത്തും അടിക്കുന്ന ശബ്ദവും ആര്യയുടെ കരച്ചിലും പുറത്തേക്ക് കേൾക്കാമായിരുന്നു. വിവേകിന്റെ ഫോൺ റിങ് ചെയ്തു. IT കമ്പനി മാനേജർ ഗോവിന്ദ് റെഡ്ഡിയാണ് വിളിക്കുന്നത്. അവൻ ഫോൺ എടുത്തു. ഹലോ വിവേക്, കാണാൻ കിടിലൻ ലുക്കുള്ള 2 പീസുകൾ നിന്റെ ഏരിയയിൽ MBA പഠിക്കാൻ എത്തിയിട്ടുണ്ട്. സർ, ഡീറ്റെയിൽസ് ഇട്. നമുക്ക് സെറ്റാക്കാം. ഏത് ഹോസ്റ്റലിലാണ്? അതൊക്കെ പറയാം. പിന്നെ അങ്ങനെ സെറ്റാകുമെന്ന് തോന്നുന്നില്ല. ക്യാഷുള്ള വീട്ടിലെ പെമ്പിള്ളാരാണ്. ക്യാഷുള്ള വീട്ടിലെ പെമ്പിള്ളാരെ ഡ്രഗ്സിനടിമയാക്കി സെറ്റാക്കും. കുറച്ച് സമയം തന്നാൽ മതി സർ. ശരി. ഇന്ന് രാത്രി പറ്റിയ ഒരു പെണ്ണിനെ കിട്ടണം. ഇവിടെ കുറച്ച് തെലുങ്ക് പിള്ളേർ ടൂർ വന്നിട്ടുണ്ട്. അതിൽ ഒരു പയ്യനാ. ആര്യ വിട്. അവളുടെ ഫോട്ടോ ഇവന് ഇഷ്ടപ്പെട്ടു. അവൾ ഇപ്പോൾ തന്നെ 2 റൗണ്ട് കഴിഞ്ഞിരിക്കുക. എത്ര തടയും? 10,000 മേടിച്ചു തരാം. അവൾ സമ്മതിക്കാൻ ചാൻസ് ഇല്ല. സാരമില്ല, പഴയൊരു തുണ്ട് വീഡിയോ ഉണ്ട് പെണ്ണിൻ്റെ. അത് കാണിച്ച് ഭീഷണിപ്പെടുത്താം. എങ്ങനെയെങ്കിലും കൊണ്ടുവാടാ. ശരി. വിവേക് പുഞ്ചിരിയോടെ ഫോൺ വെച്ചു. പിറ്റേന്ന് പുലർച്ചെ 5 മണി. ബാംഗ്ലൂർ കണ്ണൂർ ലോക്കൽ ട്രെയിനിലെ വിൻഡോ സീറ്റിൽ മരവിച്ച മനസ്സുമായി ആര്യയിരിക്കുന്നു. വിവേക് അവൾക്ക് സമീപം ട്രെയിനിന് പുറത്തായി പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നുണ്ട്. ആര്യയുടെ മുഖത്തും ചുണ്ടിലും മുറിവേറ്റ പാടുകളുണ്ട്. നോക്കാര്യ,
കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ പേരിൽ കേസുമായി വന്നാൽ വീഡിയോ ലീക്കാകും. ഞങ്ങളെ ഒന്ന് തൊടാൻ പോലും പോലീസിന് പറ്റില്ല. ആര്യ അവൻ്റെ വാക്കുകൾ മൈൻഡ് ചെയ്യാതെ കമ്പിയിൽ ചാരിയിരുന്നു. ലോക്കൽ ട്രെയിനാണ്, കണ്ണൂർ വരെ എത്തും. അവിടെ നിന്ന് കൊച്ചിയിലേക്ക് നീ എങ്ങനെയെങ്കിലും പോകാൻ നോക്ക്, കേട്ടല്ലോ. ആര്യ ഒന്നും മിണ്ടാതെ വിഷാദഭാവത്തിലിരുന്നു. വിവേക് പോക്കറ്റിൽ നിന്ന് 500 രൂപ അവളുടെ മുഖത്തേക്കെറിഞ്ഞു. 50,000 തരണമെന്ന് കരുതിയതാണ്, പക്ഷെ മാർവാടി കടം പറഞ്ഞുപോയി. ആ തെലുങ്ക് പയ്യനും ക്യാഷ് തന്നില്ല. ആര്യ വിങ്ങിപ്പൊട്ടി വിവേകിന് നേരെ മുഖം തിരിച്ചു. ട്രെയിൻ മുമ്പോട്ടെടുത്തു. നിന്റെ സിം കാർഡ് ഞാൻ പൊട്ടിച്ചു കളഞ്ഞിട്ടുണ്ട്. പോകുന്ന വഴിക്ക് ഏതേലും മൊബൈൽ കടയിൽ കയറി ഒരു സിം എടുത്തു, ബൈ. അവൻ വേഗം തിരിഞ്ഞു നടന്നു. ആര്യ ട്രെയിനിലിരുന്ന് പൊട്ടിക്കരഞ്ഞു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.